ബേസിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ബേസിൽ എങ്ങനെ വീണാലും ബേസിൽ നമുക്ക് ചിരി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ജഗദീഷ് ചേട്ടൻ, ബൈജു ചേട്ടൻ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ അങ്ങനെ നോക്കി ഹാൻഡ് പിക്ക് ചെയ്തെടുത്തത്. ആരെയും അങ്ങനെ എന്താ പറയുക ഇയാളൊന്ന് ചെയ്തോളും അങ്ങനെയല്ല, അവർ ചെയ്യും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ എന്താ പറയുക അങ്ങനെ സ്ലാപ്സ്റ്റിക്ക് ഹാൻഡിൽ ചെയ്യും. അപ്പം 99 രൂപയ്ക്ക് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് ആ കോമഡിക്ക് പാളിപ്പോയാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു വലിയ റിസ്ക് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. ഈ ആ സീൻ പാളിയ ക്ലൈമാക്സ് മൊത്തം പാടുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. വെച്ചാൽ ക്ലൈമാക്സ് പിന്നെ മൊത്തം ലോജിക്കില്ലായ്മയുടെ കളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടർ ഡോസാണ് ആ സീൻ. അപ്പം അതെനിക്ക് എന്തായാലും വേണം. ആ സീന് പാളിയാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു ആളുകൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ക്ലൈമാക്സിലോട്ട് എത്താൻ. യോഗി ബാബു ഒക്കെ യോഗി ബാബു പുള്ളി അങ്ങനെ കയറുന്ന ഒരാളല്ല. ഈ പറഞ്ഞ തമിഴ് സിനിമയിൽ നിന്ന് പുള്ളി ഇങ്ങനെ വളരെ കൈക്കുള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് പുള്ളിയെ. ഭയങ്കര പുള്ളി ഞാൻ തറയിലിട്ട് ഉരുട്ടി മേളിൽ കയറ്റി എടുത്തെറിഞ്ഞു റോപ്പിൽ കയറ്റി ഒക്കെ ചെയ്തു. പുള്ളി പറയുന്നുണ്ട് ഞാൻ തമിഴ് സിനിമയിലൊന്നും ആരും എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കേൾക്കാത്ത ഭാഗത്ത് നിൽക്കും. കാരണം നമ്മൾ ഡയറക്ടർ പ്രൊഡ്യൂസറാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ഇത് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും രാത്രിയൊക്കെ എന്നെ കുത്തിയിരുന്ന് വിളിച്ചിട്ട് രാജുവാണെങ്കിലും സുപ്രിയ ആണെങ്കിലും ഈ ഫോണിൻ്റെ ആൾക്കാർ സാരിച്ചേട്ടൻ മുകേഷ് എന്നെ വിളിച്ചിട്ടാണ് വിവിൻ ടെൻഷൻ ആവേണ്ട, വിവിൻ ഉറങ്ങിക്കോളൂ, ഒന്നുമില്ലാതെ. ദൃശ്യം വർക്കായതിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടറാണ് പ്രേക്ഷകർക്ക് അറിയാൻ രഹസ്യം. അറിയാത്ത ആ സിനിമയിലെ കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പ്രേക്ഷകർ കൂടെ ഞാനും കൂടെ നിൽപ്പുണ്ട് എന്നുള്ള സാധനം പ്രേക്ഷകർ അപ്പോൾ തന്നെ ഇന്നാവും. അത് ഒരു കൈൻഡ് ഓഫ് ഒരു ഫിലിം മേക്കിംഗ് ഒരു ട്രീറ്റ്മെൻ്റാണ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും മണ്ടന്മാരായി, പ്രത്യേകിച്ച് ബേസിലും പ്രത്യേകം നല്ല മണ്ടന്മാരായി. അപ്പോൾ പ്രേക്ഷകർ അത് ഭയങ്കര എൻജോയ് എന്നുള്ള ഉറപ്പായിരുന്നു. ആ സാധനം കൊണ്ട് ആ ഡൗട്ടേ ഇല്ല. നമ്മൾ ആ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആദ്യമേ പൊട്ടിച്ചു കൊടുത്തു. ക്രൂ മെമ്പേഴ്സ് എല്ലാം അഭിനയിച്ചിട്ടുണ്ട്, ഞാനും ക്യാമറാമാൻ ഒഴികെ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടാവും. ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ വിപിൻ ദാസ്. വെൽക്കം. താങ്ക് യു. ഗുരുവായൂരിന് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ജയഹേ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയേട്ടന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അത് വർക്ക് ആവും, ഹിറ്റ് ആവും എന്നുള്ള രീതിയിൽ അല്ലേ? ഗുരുവായൂരിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ഗുരുവായൂർ ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്കൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നു. മുതുക ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, വർക്കാവുന്നൊരു കോൺഫിഡൻസ്. പക്ഷേ മുതുക വർക്കായില്ല അത്രയും തിയേറ്ററിൽ വിചാരിച്ച പോലെ. അന്താക്ഷരി പിന്നെ OTT ആയിരുന്നു. ജയക്ക് പറഞ്ഞ ഒരു കോൺഫിഡൻസ് കാണുന്നവരാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ആർക്കും ഔട്ട് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പലപ്പോഴും. അപ്പം ആരെ കാണിച്ച് ബോധ്യപ്പെടുത്താനുമില്ല. ഓരോ സ്റ്റേജിലും ഓരോ സൗണ്ടും കളറും ഒക്കെ VFX ഒക്കെ ആഡ് ചെയ്താണിത് ഫൈനലോട്ട് എത്തുന്നത്. അപ്പം ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഒരു വർഷത്തോളമായിട്ട് ഉണ്ട്. അപ്പം നമ്മുടെ ജഡ്ജ്മെൻ്റ് എല്ലാം പാടും. നമുക്ക് എവിടെ നിൽക്കുന്നത് എന്താണെന്ന് നമ്മളൊരു കുഞ്ഞു പടം നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഇറങ്ങിയ ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കോമഡി വർക്കായെന്ന് പറയാൻ പറ്റൂ, കോമഡി ഡയറക്ടർ. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ആയിരുന്നില്ല, മാത്രമല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണ നല്ല കോൺഫിഡൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. ജയക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഈ പറഞ്ഞ ഇനി കോമഡി താഴെ പോയാലും കണ്ടന്റ് ഉണ്ടല്ലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇതിൽ പിന്നെ അങ്ങനെയല്ലല്ലോ, കണ്ടന്റ് എന്ന സാധനമേ ഇല്ല. നമ്മളൊരു ആൾ 100 രൂപ കൊടുത്ത് സിനിമ ആണെങ്കിൽ അതിൽ 1 രൂപയ്ക്കുള്ളതാണ് ഈ പടത്തിൽ കഥയുള്ളത്. അപ്പം 99 രൂപയ്ക്ക് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് ആ കോമഡിക്ക് പാളിപ്പോയാൽ പിന്നെ ഒരു എന്താ പറയുക ഒരു വലിയ റിസ്ക് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. ഇത് ഓണായ സമയത്ത് തന്നെ ജയഹയുടെ ഡയറക്ടർ എന്നാ, ബാക്കി 2 പടങ്ങളും എടുത്താരും പറയുന്നില്ലല്ലോ. ജയഹയുടെ ഡയറക്ടറുടെ അടുത്ത പടം വിത്ത് പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ആ കാസ്റ്റ് വരുന്നതിനനുസരിച്ചും പ്രൊഡക്ഷൻ വരുന്നതിനനുസരിച്ചും ഹൈപ്പ് അങ്ങനെ കയറിപ്പോയി. പിന്നെ ലൈനപ്പുകളുടെ ഓരോന്നിൻ്റെയും സംസാരം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ആ മേക്കിങ്ങിൽ ഇതൊരു ടെൻഷൻ തന്നിട്ടുണ്ടോ? ഇല്ല മേക്കിങ്ങില്ല. നമുക്ക് സിനിമ വർക്കാക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ക്രിപ്റ്റിലുള്ള സാധനത്തേക്കാൾ മേളിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് പടത്തിനുണ്ട്. പ്രത്യേകിച്ച് കോമഡി സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ ആകുമ്പം നമ്മൾ എഴുതി വയ്ക്കുന്നില്ല. അപ്പം പാളിയാൽ എല്ലാവരും നെഗറ്റീവ് പറയും. അപ്പം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പക്ഷിരാജൻ സീന് ആർക്കും ഇഷ്ടപ്പെട്ട സീനല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ എല്ലാവരും പറഞ്ഞത് ചിലപ്പോൾ വർക്കാവില്ല, പണി കിട്ടും, ലോജിക്കില്ലാത്തൊരു സീനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല വർക്കാവും എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് രാത്രി ഓരോരുത്തർ രാജൊക്കെ മെസ്സേജ് ഇത് വേണോ നോക്കി ഈ സീന്, ഞാൻ കുഴപ്പമില്ല വർക്കാവും എന്ന് പറയുമ്പം എൻ്റെ കോൺഫിഡൻസ് ആളുകൾക്ക് ഇപ്പം ജോമോൻ്റെ റീല് കണ്ടിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ റീലിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് കുഞ്ഞു സ്ലാപ്സ്റ്റിക് സാധനങ്ങളൊക്കെ വർക്കാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അത് കയറിപ്പോകും. പിന്നെ ഈ ആ സീൻ പാളിയ ക്ലൈമാക്സ് മൊത്തം പാടുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. വെച്ചാൽ ക്ലൈമാക്സ് പിന്നെ മൊത്തം ലോജിക്കില്ലായ്മയുടെ കളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടർ ഡോസാണ് ആ സീന്. അപ്പം അതെനിക്ക് എന്തായാലും വേണം. ആ സീന് പാളിയാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു ആളുകൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ക്ലൈമാക്സിലോട്ട് എത്താൻ. അപ്പം ആ വക കാര്യങ്ങളിലൊക്കെ ഉള്ള ശ്രദ്ധയും ടെൻഷനും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ സിനിമ വലുതായെന്നോ അല്ലെങ്കിൽ ആളുകൾ എക്സ്പെക്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. സിനിമ എൻജോയ് ചെയ്താൽ എല്ലാവർക്കും അതിന് എത്ര എന്താ പറയുക ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ സിനിമ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട്
കോൺസെൻട്രേഷൻ മൊത്തം സിനിമ വർക്കാക്കുക എന്നുള്ളതിനായിരുന്നു, അല്ലാതെ എൻ്റെ ബാക്കി സാധനങ്ങളൊന്നും പ്രശ്നം ഉണ്ടായില്ല. ജോമോന്റെ സീൻ പറഞ്ഞപ്പോ തന്നെ ഓർത്തിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷിയില്ലാത്ത പക്ഷിക്കൂട്, അതെന്തായിരിക്കും പക്ഷിയില്ലാത്ത പക്ഷിക്കൂട്? ആക്ച്വലി ആ സീൻ നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന സീൻ, ജോമോൻ്റെ ക്യാരക്ടർ സ്ക്രിപ്റ്റിലില്ലായിരുന്നു. ആക്ച്വലി ജോമോൻ്റെ ഒരു സീൻ മാത്രമല്ല, ആ ഡോക്ടറിൻ്റെ എപ്പിസോഡ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ആ സൈക്കാട്രിക് ടീം സീൻ മാത്രമാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ജോമോൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് ആ പിക്കപ്പ് ലൈനൊക്കെ ഞാനും ദീപും നാഷിദ് നമ്മുടെ ജയജയുടെ കോറേറ്റോർന്ന് എഴുതി, ഞാൻ എഴുതി, ദീപ് പറഞ്ഞ് പെട്ടെന്ന് ഷൂട്ട് ചെയ്തു. തമാശയ്ക്ക് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും വർക്കായി. അപ്പം ജോമോൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പം ജോമോൻ ഓവർ ദ ടോപ്പ് ഭയങ്കര സ്ലാപ്സ്റ്റിക്കായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാം. അപ്പം എന്നാൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഇതിനെ കൊണ്ടുവന്നാലെന്നൊരു ആലോചന വന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഗ്യാസ് സിലിണ്ടറുമായിട്ട് വീട്ടിൽ കയറ്റി വിട്ടത്. അപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാം, കയറ്റി വിട്ട് ബഹളം ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവനത് പെർഫോം ചെയ്തപ്പോൾ പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഷൂട്ട് ചെയ്ത് സെറ്റാക്കി, പ്ലാൻ സെറ്റായി. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നു. ആ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ല അവർക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ രാജുവായിട്ട് ആ കോമ്പിനേഷൻ വന്ന എങ്ങനെ ഉണ്ടെന്നൊരു ആലോചന ഉണ്ട്. അപ്പോൾ രാജു ഇത് ചെയ്യുമോ ഇല്ലെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു സീന്, പിന്നെ ഇത് വർക്കാവോ ഇല്ലെന്നറിയില്ല. അപ്പം അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഒരു ഓവർഡോസ് ഒരു സാധനം ഒരു ഇഞ്ചക്ഷൻ എനിക്ക് ആദ്യം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് തന്നെ ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പല ഗെറ്റപ്പുകൾ ആലോചിച്ചു, കൈ നോക്കുന്നത് അങ്ങനെ. അപ്പോൾ എല്ലാം ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്, ആളുകൾ ഓടിച്ചിട്ട് കൂന്ന് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ വർക്കായാലോ, ചെയ്യുന്നുമ്പോൾ നമ്മൾ മറ്റേ ജഡ്ജ് ചെയ്ത് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റാണ് ഈ പക്ഷിശാസ്ത്രം സീന് പിടിച്ചത്. ഈ മോഹൻലാലൊക്കെ പട്ടണപ്രവേശിച്ച് വരുന്നവരെ വരട്ടെ എന്നുള്ളത് ഇതായിരുന്നു. അപ്പം തലേ ദിവസം നമ്മൾ പക്ഷിശാസ്ത്രം സെറ്റ് ചെയ്തിട്ട് പക്ഷി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷി വരുമ്പോഴുള്ള പ്രശ്നം, ഒന്ന് നമ്മൾ പക്ഷിയെ കൂട്ടിലിട്ട് കാണിക്കാൻ പാടില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2 CG ചെയ്യണം. അതന്ന് തലേ ദിവസമാണ് നമ്മൾ പ്ലാനായി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഷൂട്ട് ചെയ്യാം, ബാക്കി നമുക്ക് വരുന്നത് ചെയ്യണം. രാവിലെ വന്നപ്പോഴും പക്ഷിയില്ല നമ്മുടെ കയ്യിൽ. അപ്പം അതില്ല എന്നുള്ള തീരുമാനമായി. എന്നാൽ പിന്നെ അതങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. എന്തായാലും മണ്ടത്തരമാണ്, എന്തായാലും ഉടായ്പാണ്, നമുക്കിനി ഉടായ്പിൽ അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോഴും പക്ഷിയില്ല, ഞാൻ നമുക്ക് എന്തെങ്കിലും ഡയലോഗ് കയറ്റാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡബ്ബിയിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്തു. പിന്നെ ജോമോനൊക്കെ വിളിച്ച് രണ്ടാമത് ഡബ് ചെയ്താണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സാധനം. പ്രേമലു മുങ്ങിപ്പോയി ശരിക്കും ചിരിയിൽ. കേട്ടില്ല, അത് കാതൽ പ്യാർ ലവ് പ്രേമലു പറയുന്നുണ്ട്. പക്ഷെ പ്രേമലു മുങ്ങിപ്പോയി. സന്തോഷ് ജോർജ് കുളങ്ങര ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, അത് മുങ്ങി. അപ്പം അതൊക്കെ രണ്ടാമത് ഡബ് ചെയ്താണ്, റീഡബ് ഒന്നുകൂടെ ചെയ്യിപ്പിച്ച്. ജോമോനെ ഫുൾ സിനിമയിൽ ഞാൻ ഒന്നുകൂടെ വിളിച്ചിട്ട് യോഗി ബാബു എല്ലാം ഡബ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഞാനും ജോമോനോട് ഒരു സെഷൻ ഇരുന്നായിരുന്നു, മൊത്തത്തിൽ ഒന്ന് റീഡപ്പ് ചെയ്ത്. അതിലാണ് ഈ കോമഡി മൊത്തം മാറി. ഈ അമ്പലപ്പറമ്പിലെ ജെയിംസ് കച്ചവടം ഒക്കെ വന്നത് അങ്ങനെയാണ്. അങ്ങനെ ജോമോനായിട്ട് പിന്നൊരു റീഡപ്പിൽ ഇതിനകത്തെല്ലാം നമ്മൾ എൻഹാൻസ് ചെയ്തു. പിന്നെ ഇരട്ട കല്യാണം അതൊക്കെ ഇതെല്ലാം സ്പോട്ടിൽ ഉണ്ടാവുന്നതാണ്. നമ്മളെ AD-യിൽ ഒരാൾ ട്വിന്നാണ്. അപ്പോൾ അവൻ്റെ ബ്രദറിനെ എനിക്കറിയാം, 2 പേരും എനിക്കറിയാം. അപ്പം എന്നാൽ ഇവരെ വെച്ചിട്ട് കല്യാണം വെച്ചാലൊന്നും ഒരു പ്ലാൻ ഉണ്ട്. അതല്ല, ആ സമയത്ത് ഷൂട്ടിന് 2 ട്വിൻസായിട്ടുള്ള പെൺകുട്ടികൾ വന്നു. അപ്പം എന്താ വെച്ചാൽ അവനെ വിളിച്ചാലും, അപ്പം അവന് താടിയുണ്ട് 2 ഇപ്പോഴും ഒരേ ലുക്കിലാണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് പെട്ടെന്ന് കല്യാണം ഡ്രസ്സ് ഇടിച്ചിട്ട് പെട്ടെന്ന് എടുത്താണ്. അപ്പോൾ അത് ജോമോനെ ഇട്ട് കൊടുത്തു. ഒന്ന് യോഗി ബാബുന് ഇട്ട് കൊടുക്കില്ല, ജോമോൻ ഇട്ട് കൊടുക്കുന്നുള്ള പ്ലാനാണ് എല്ലാം. അപ്പം യോഗി ബാബുനെ കിട്ടില്ല എപ്പോഴും. അപ്പം അതുകൊണ്ട് നമ്മൾ ജോമോൻ ഇട്ട് കൊടുത്തു. ജോമോൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു നമ്മളോട്. അപ്പം ജോമോൻ പെർഫോം ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ജോമോൻ്റെ ഏറ്റവും വലുത് ജോമോൻ മെയിൻ വില്ലനായി അവസാനം. അപ്പം ജോമോൻ്റെ ഒരു വളർച്ച നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. സിനിമയ്ക്കകത്തും ജോമോൻ ആസ് എ ആക്ടർ ഭയങ്കര രസമായിട്ട് വന്നിട്ട് നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ 100 ഇരട്ടിയായിട്ട് നമുക്ക് ജോമോൻ തിരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ സിനിമയിൽ കാണുമ്പോൾ ജോമോൻ ഇല്ലെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് പാളിനെന്ന് തോന്നി. ശരിക്കും എല്ലാവരും കഴിഞ്ഞിട്ട് ജോമോന്റെ ട്രാക്ക് ഭയങ്കര എന്താ പറയുക, മിക്കത് ആ സമയത്ത് ഉണ്ടായത് തന്നെയാണ്. അപ്പം ജോമോൻ ട്രാക്ക് പ്രത്യേകിച്ച് ടൈമിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ജോമോൻ പ്രത്യേക ഒരു ആക്ടറാണ്. ഈ പറഞ്ഞ പോലെ പഴയ പല സിനിമകളും എല്ലാവരും പറയുന്നുണ്ട് അതിന്റെ കോമഡികളാണ്. ഇപ്പൊ ഈ സിജു, അശ്വിൻ, സാഫ് ഇവരൊക്കെ പണ്ട് നമ്മുടെ കുറെ സീനിയേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ്. അതേസമയം വെറുതെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് അല്ല, ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവർ പറയുന്ന ഡയലോഗിന് കയ്യടി വരുന്നുണ്ട്. ഈ ഗ്യാങ്ങിനെ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? അല്ല, ഇവരൊക്കെ നമ്മൾ എല്ലാവരും പെർഫോമറാണ്. എനിക്ക് പെർഫോമേഴ്സിന് തന്നെ വേണം. കാര്യം ഇങ്ങനത്തെ ഒരു കോമഡി സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സ്ലാപ്സ്റ്റിക്കായിട്ട് ഇപ്പം തറയിൽ വിടാൻ പറഞ്ഞാൽ വീഴുമ്പോൾ നമുക്ക് ചിരി വരണം എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ സീനൊന്നും ഇല്ല, എന്നാലും അങ്ങനെയുള്ള ആൾക്കാർ തന്നെ വേണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ആദ്യമേ. അപ്പം ബേസിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ബേസിൽ എങ്ങനെ വീണാലും ബേസിൽ നമുക്ക് ചിരി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ജഗദീഷ് ചേട്ടൻ, ഇപ്പോൾ ബൈജ് ചേട്ടൻ, ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ അങ്ങനെ നോക്കി ഹാൻഡ് പിക്ക് ചെയ്തെടുത്താൽ ആരെയും അങ്ങനെ എന്താ പറയുക ഇയാളൊന്നും ചെയ്തോളൂ അങ്ങനെയല്ല, അവർ ചെയ്യും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ എന്താ പറയുക അങ്ങനെ സ്ലാപ്സ്റ്റിക്ക് ഹാൻഡിൽ ചെയ്യും. എന്ത് സീൻ വന്നാലും ഇപ്പോൾ ക്ലൈമാക്സ് എന്താ നടക്കാൻ പോകുന്നത് നമുക്കിന്നെ അറിയില്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ക്ലൈമാക്സിൽ എന്തും ചെയ്യാൻ പറ്റണം, അത് ചെയ്യുന്നത് കോമഡിയായി മാറണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം നമ്മൾ ഇതിനകത്ത്
യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ബ്രില്യൻ ആക്ടറാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ എടുത്തിരിക്കുന്നത്. അവരെ ചെയ്യും ഈ പഴയ ഒരു പ്രിയദർശൻ സാധനം കിട്ടും എന്നുള്ള ഫീലാണ്. പുള്ളിയെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും എൻ്റെ പരിസരത്ത് വരുന്നിട്ടില്ല. എന്നാലും പറയാണ് പുള്ളിക്ക് കുറേ നല്ല സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ജഗതി ശ്രീകുമാർ, അല്ലെങ്കിൽ ഇന്നസെന്റ്, അല്ലെങ്കിൽ പപ്പു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഭയങ്കര രസമുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പം ഈ ജനറേഷനിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തായാലും അവരൊക്കെ അങ്ങനെ ആയി വരും തോന്നുന്നു. ക്ലൈമാക്സിൽ ഇതുപോലെ അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ഒരുപാട് ആള് ടോപ്പിൽ കേറുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ക്ലൈമാക്സ് ഷൂട്ട് തുടങ്ങിയപ്പം ഇതൊക്കെ നമ്മൾ അപ്പോഴപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന ഡേ 1 ഒരു 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ സാധനം വേണോ, പിന്നെയും ഒരു സാധനം ഉണ്ട്, അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവസാനം. അപ്പോൾ അത് നമുക്ക് കയറാൻ പറ്റില്ല. ഒന്നാമത്തെ നമുക്ക് നോർമൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. പിന്നെ സ്റ്റണ്ടിൻ്റെ ആൾക്കാർ വരുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ അതിനുവേണ്ടി കുറേ എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇവരെ കയറ്റിയത്. അതൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. യോഗി ബാബു ഒക്കെ യോഗി ബാബു പുള്ളി അങ്ങനെ കയറുന്ന ഒരാളല്ല. ഈ പറഞ്ഞ തമിഴ് സിനിമയിൽ നിന്ന് പുള്ളി ഇങ്ങനെ വളരെ കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് പുള്ളിയെ. അങ്ങനെ പുള്ളിയെ ഞാൻ തറയിലിട്ട് ഉരുട്ടി മേളിൽ കയറ്റി എടുത്തെറിഞ്ഞു റോപ്പിൽ കയറ്റി ഒക്കെ ചെയ്തു. പുള്ളി പറയുന്നുണ്ട് ഞാൻ തമിഴ് സിനിമയിലൊന്നും ആരും എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കേൾക്കാത്ത ഭാഗത്തിൽ നിൽക്കും. സാർ ഇവിടെ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി. പക്ഷേ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. പുള്ളിക്ക് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നടന്നത്. ഇതില് പ്രൊഡക്ഷൻ തന്നെ പൃഥ്വിരാജ് ഏറ്റെടുക്കുക എന്ന് പറയുന്നതും പുള്ളിയും ബേസിലും അതുപോലെ അനശ്വര, നിഖില, ഈ മെയിൻ കാസ്റ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാ വരുന്നത്? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു കോംബോ എന്ന് പറയുന്നത്. ഞാനല്ല, എല്ലാവരും നമ്മൾ ഈ സിനിമ ആ ഒരു ഫ്ലേവറോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആ കാസ്റ്റ് അങ്ങനെ തന്നെ പിടിക്കാനുള്ള ശ്രമം ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് വന്ന ഒരു കാസ്റ്റ് ഇത് തന്നെയാണോ ഈ പൃഥ്വിരാജ്? പൃഥ്വിരാജ് ബേസിലോ അല്ല, നമുക്കിത് ഞാൻ പറഞ്ഞത് സിനിമ കുറേ കാലമായിട്ട് പല രീതിയിൽ പല ഡയറക്ടേഴ്സിന് പോകുന്നതുകൊണ്ട് പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ഓൺ സ്പോട്ട് വരുമ്പോൾ ബേസിൽ പൃഥ്വിരാജ് ആദ്യമേ വന്നു. പിന്നെ അവർക്ക് ആപ്റ്റായിട്ടുള്ള ഹീറോയിൻ ഇപ്പം അങ്ങനെ പിടിച്ചു. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ പ്രായം എല്ലാം അങ്ങനെ നോക്കി പിടിച്ച് കൊണ്ടുവരുന്ന സാധനമായിരുന്നു. അപ്പം കാസ്റ്റ് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു വലിയ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അവർ അത്രയും ഹൈ ആയിട്ട് വരണം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ പുള്ളി ഏറ്റെടുക്കുന്നത് എങ്ങനെയാ? പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്ന പുള്ളി എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഇൻഷുർ ഡിസ്കഷൻ തന്നെ ഈ ഫോർവേഡ് രാജുവിന് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം കാര്യം ബഡ്ജറ്റ് കൂടുന്തോറും രാജുവിൻ്റെ റെമ്യൂണറേഷൻ എല്ലാം കൂടെ വരുമ്പോൾ അത് താങ്ങില്ല. അപ്പം അതുകൊണ്ടൊരു പ്രോഫിറ്റ് ഷെയറിൽ പോകാന്നുള്ള പ്ലാൻ വെച്ച കാര്യം. ഇല്ലെങ്കിൽ അതും കൂടെ ഒരു ബേർഡൻ ആയിരിക്കും പ്രൊഡക്ഷൻ ഹൗസിന്. അപ്പം അത് രാജു ചെയ്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഈ പറഞ്ഞ ബഡ്ജറ്റിലേക്കാട് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. കാരണം മെയിൻ ആക്ടർ തന്നെ നമ്മുടെ പ്രൊഡ്യൂസറും കൂടെ ആവുന്നതിൻ്റെ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇനി അങ്ങനെ ഇല്ലായിരുന്നെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല സൗകര്യമാണ് അവർ വന്നത്. ഇപ്പം E4 ആണെങ്കിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തോന്നുന്നില്ല. അവർ ക്രിയേറ്റീവിലൊന്നും ഇടപെടുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്നോ അല്ല ഇത് ചെയ്യാൻ ഫണ്ടില്ലെന്നോ ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് എനിക്കിപ്പോഴും പോസിറ്റീവ്. അവരാണ് എന്നെ ഞാൻ ടെൻഷൻ ആകുമ്പോൾ മെയിൻ ടെൻഷൻ ആവരുത്, നമുക്ക് പിടിക്കാം, ടെൻഷൻ ആവരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റിയിൽ ടീച്ചർ ചെയ്തതായിട്ട് പാളിയുമ്പോൾ മെയിൻ ടെൻഷൻ ആവേണ്ട, നമുക്ക് പിടിക്കാം. അടുത്ത പാട്ട് പാടുമ്പോൾ ടെൻഷൻ ആവേണ്ടത് അവരാണ് ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട്. സാധാരണ നമ്മൾ ഡയറക്ടർ പ്രൊഡ്യൂസറാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ഇത് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും രാത്രിയൊക്കെ എന്നെ കുത്തിയിരുന്ന് വിളിച്ചിട്ട് രാജു ആണെങ്കിലും സുപ്രിയ ആണെങ്കിലും E4 ആൾക്കാർ സാരി ചേട്ടൻ മുകേഷ് എന്നെ വിളിച്ചിട്ടാണ് വിവിൻ ടെൻഷൻ ആവേണ്ട, വിവിൻ ഉറങ്ങിക്കോളൂ, ഒന്നുമില്ലാതെ ആൾക്ക് കിട്ടിയില്ല, ജഡ്ജ്മെൻറ്റ് കിട്ടാത്ത സിനിമയിൽ വർക്കായിക്കോളും ഇതൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്താ പറയുക ആശ്വസിപ്പിക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. ഇതിൽ ഇപ്പോൾ രാജുവേട്ടൻ്റെ തന്നെ എപ്പോഴും എല്ലാവരും പറയുന്നതാണല്ലോ, കോമഡി പുള്ളി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്നുള്ളത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അതിവിടെ ബ്രേക്ക് ചെയ്യുക ശരിക്കും ചെയ്ത്. ഇന്നലെ നല്ല രസമായിട്ട് കണ്ടപ്പോൾ ആനന്ദൻ എന്നുള്ള ഒരു ക്യാരക്ടർ പുള്ളി എല്ലാ തരത്തിലും എന്താ പറയുക ഈ താരം എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് മാറി ആനന്ദനെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റാറാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അതിലൊരു ഫൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ഫൈറ്റ് ചെയ്യുകയാണല്ലോ, അത്തരത്തിലൊരു സ്റ്റാർ ആനന്ദനാവുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ആ ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ ഒരു ഇത് പൃഥ്വിരാജ് ആണ് ചെയ്യുന്നത്? അല്ല, ഞാനല്ല എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ സ്ക്രിപ്റ്റിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ രാജു ശരിക്കും ഫസ്റ്റ് സ്ക്രിപ്റ്റിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോടെ സ്പേസേ ഉള്ളൂ. ഒരു യോഗി ബാബു വരുന്ന പോലെ ചിലപ്പോൾ രാജു ഉണ്ടാവുള്ളായിരുന്നു നമ്മളൊരു ബേസിക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റിലൊക്കെ. പക്ഷെ രാജു വരുമ്പോൾ നമ്മൾ രാജുവിനെ യൂസ് ചെയ്ത് വിടരുത്. പിന്നെ ഇത്രയും വലിയ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ രാജുവിൻ്റെ സാന്നിധ്യം ത്രൂ ഔട്ട് വേണം. അപ്പോൾ അങ്ങനെ രാജു നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. അപ്പം രാജു ആസ് എ സ്റ്റാർ ആസ് എൻ ആക്ടർ നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റണം എന്ന് വിചാരിച്ചിരുന്നു.
ആ രണ്ടും ആ ബ്ലെൻഡിൽ വന്നു എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ട് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ സ്റ്റാർ എന്നുള്ളത് കാണുമെങ്കിലും ഈ കോമഡിയിൽ ഒരിക്കലും ആ സ്റ്റാറിന്റെ ഒരു ഭാരമൊന്നും എവിടെയും ഉള്ള പോലെ തോന്നിയിട്ടില്ല. ആ രാജുവിൻ്റെ ഒരു പേഴ്സണാലിറ്റി ശരിക്കും നമ്മൾ ആ കോമഡിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം രാജുവിന് ഇപ്പോൾ ഇച്ചിരി ജാടയാണെന്നൊക്കെ ഉള്ള വിചാരം ആളുകൾക്കുണ്ട്. പക്ഷെ ആളങ്ങനെ ഒന്നും ഒരാളല്ല. ഇല്ലെങ്കിൽ ഇച്ചിരി സ്റ്റിഫാണ്. ഇല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിനക്ക് കാണുന്ന പോലെ മരക്കെട്ടിയില്ല. അതെ, രാജു അങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടൊരു ആളാണ്. പക്ഷെ രാജു കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നും രാജുവിനോട് സംസാരിക്കണം എല്ലാവർക്കും. അപ്പം പക്ഷെ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ശരിക്കും കളിയാക്കുമ്പോൾ കുറച്ചുകൂടി ആൾക്ക് ഇഷ്ടം തോന്നും. അതാണ് അവിടെ ശരിക്കും വർക്കായത്. ഇപ്പം നമ്മൾ രാജു ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അയാളെ കളിയാക്കുമ്പോൾ ആൾക്കൊരു തമാശ ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ സ്കൂളിലെ സാറിനെ കളിയാക്കാനോ പ്രിൻസിപ്പളിനെ കളിയാക്കാനോ ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മേളിരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ നമുക്ക് കളിയാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കളിയാക്കുന്നത് ചിരിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ പ്ലാൻ തന്നെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ആക്കിയത്. അപ്പം എന്താ പറയുക, അത് രാജു, പക്ഷേ രാജുവിന് അത് അവെയറാണ്. ഇങ്ങനെ പോയാൽ അത് വർക്കാവുള്ളൂ. രാജു അതിനനുസരിച്ച് പെർഫോം ചെയ്യാനും മീറ്റർ കൂട്ടി ചെയ്യാനൊക്കെ രാജു റെഡിയായിരുന്നു. ഇത് ആളിനെ കളിയാക്കിക്കോട്ടെ, ഇത് വരുമ്പോൾ ചിരിച്ചോളും എന്ന് പറഞ്ഞിട്ട് രാജുവിനത് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഇതില് പുള്ളി സലാറ ചെയ്യുന്നുണ്ടായി. എനിക്കൊന്ന് എംപുരാന അപ്പൊ തുടങ്ങിയിരുന്നോ? ഒരുപാട് ഷെഡ്യൂളും പോയിട്ടുണ്ട് പടം. അപ്പോൾ ഈ ആനന്ദനെ ഈ മീറ്ററിൽ പുള്ളി തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് ഞാൻ സെറ്റിലേക്ക് വരുന്നത്. പറഞ്ഞ പോലെ കോമഡിയാണ്. അപ്പം ഓരോ ഗ്യാപ്പിന് ശേഷവും ഈ ആനന്ദനെ അത് ട്രാക്കിൽ കൊണ്ടുവരാൻ ഇല്ല, രാജു അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ രാജു വരദനായിട്ട് വന്ന് സലാറിൽ അഭിനയിച്ചിട്ട് നേരെ വന്നിറങ്ങുമ്പോൾ ഞാൻ മറ്റേ എന്താ പറയുക, മോപ്പ് ചെയ്യുന്ന സാധനമൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ട് വീട് ക്ലീൻ ചെയ്തോളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞോളൂ, ഇല്ലെങ്കിൽ അയൺ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജുവിന് ലാസ്റ്റ് പാക്കപ്പ് രാജുവിൻ്റെ ആയിരുന്നു. അപ്പോൾ രാജുവിനോട് ചോദിച്ചു, രാജു എന്തെങ്കിലും ജോലി വീട്ടു ജോലി ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അതുകൊണ്ട് ചെയ്തിട്ട് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാജു ലാസ്റ്റ് ദിവസമൊക്കെ ഫുൾ രാജുവിനോട് ജോലി ചെയ്യിപ്പിക്കലായിരുന്നു. രാജു ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനോട് ഈ ഇവിടെ വന്നിട്ട് അഭിനയിക്കുന്നുള്ള രീതിയിലായി രാജു. എന്നെ കൊണ്ട് മനഃപൂർവ്വം ജോലി ചെയ്യിപ്പിക്കുന്നു, പണി വല്ലതും തരണം. ലാസ്റ്റ് ഡേ ഫുൾ അയൺ ചെയ്യുന്നു, തറവടയ്ക്കുന്നു, കറിക്കരിയുന്നു, എല്ലാം ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളി പുള്ളി പറഞ്ഞു എന്നെ കൊണ്ട് മനഃപൂർവ്വം പണി എടുപ്പിക്കുകയാണ് തോന്നുന്നുള്ളതാണ്. അപ്പോൾ രാജു പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വരും. അങ്ങനത്തെ പ്രശ്നമൊന്നുള്ള ആളല്ല. ഈവൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് ആള്. അപ്പം അതുകൊണ്ട് രാജു വളരെ ഈസിയാണ് ആ കാര്യത്തിലേക്ക്, ടെൻഷനേ വേണ്ട. ജയഹേന്ന് ഇങ്ങോട്ട് എടുത്തത് കനകം, ഉഷ ചേച്ചിമാര് അല്ലേ? അവർ രണ്ടുപേരെയായിരുന്നു. അവർക്ക് ഇപ്രാവശ്യം കുറച്ചുകൂടെ എളുപ്പമായി കാണും അല്ലേ? അല്ല, എനിക്ക് ജയജല എല്ലാവരും അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ ബേസിൽ ഇപ്പുറത്തേക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം ആരെങ്കിലും ആൾ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇപ്പം ദർശനയുടെ അമ്മയായിട്ട് അഭിനയിച്ച ഉഷ ചേച്ചി ഇവിടെ ഉണ്ട്, പിന്നെ ആനന്ദ് മന്മഥനിക്ക് കൊണ്ടുവന്നു പറഞ്ഞു. പക്ഷെ അവനും കൊണ്ടുവരുമ്പോൾ ഇതേ കോമ്പിനേഷൻ ആയിരിക്കും. പത്മിനി വരുന്നുണ്ട്. അല്ല, ദീപു വരുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. ഈ ജയജയിൽ സ്ക്രീൻ കണ്ട ബേസിലും അമ്മയും കനകൻ ചേച്ചിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഫീൽ ചെയ്യുന്നൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ കുറേ പേരെ മാറ്റി പിടിച്ചത്. ബീച്ച് ചേട്ടൻ ഇല്ലെങ്കിൽ അങ്ങനെ കുറേ പേരെ മാറ്റി പിടിച്ചത്. അവരൊക്കെ ഇഷ്ടം ഉണ്ടായിട്ട് മാറ്റി പിടിക്കേണ്ടി വന്നത് ഈ പറഞ്ഞ പോലെ ആ കോംബോ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ്. പക്ഷെ എനിക്ക് ഉഷ ചേച്ചിയും കനകൻ ചേച്ചിയും ഉപേക്ഷിക്കാൻ പറ്റാത്തത് എനിക്ക് അങ്ങനെ റോൾ ചെയ്യുന്ന അമ്മമാരെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. കനകൻ ചേച്ചി റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കനകൻ ചേച്ചിയുടെ സീന് ഇനിയും ഉണ്ട് ഒരുപാട് സാധനങ്ങൾ. പക്ഷെ നമുക്ക് സിനിമയുടെ ലെങ്ത് കാരണം നമ്മൾ കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കനകൻ ചേച്ചി അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ചിരി വരുന്ന ഒരുപാട് സീനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര വ്യക്തമായി കാണും. പക്ഷെ നല്ല സീനുകളുണ്ടായിരുന്നു അതിന് മേലെ പോകുന്ന സാധനങ്ങളുണ്ടായിരുന്നു. നല്ല രസമുള്ള സീൻസ്, ഭയങ്കര പെർഫോം ചെയ്ത ജോമോൻ പെർഫോം ചെയ്ത പോലത്തെ സീനൊക്കെ കനകൻ ചേച്ചിയിലുണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളത്. പക്ഷെ എനിക്ക് ഒന്ന് സിനിമ ചിലപ്പോൾ ലെങ്തിൽ ചിലപ്പോൾ പ്രശ്നം വരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യമേ അത് ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ചേച്ചി ഇത് കട്ട് ചെയ്ത് ചിലപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ പിന്നെ കിട്ടാനില്ല എനിക്ക്. കനകൻ ചേച്ചി റീപ്ലേസ് ചെയ്യുന്ന ഒരാളെ ഇപ്പോൾ പണ്ട് മീന, KPC അല്ലെങ്കിൽ ആ ജോണറിലുള്ളൊരു അമ്മ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരെ യൂസ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ അവരെ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കനകൻ ചേച്ചി ഭയങ്കര ഡാൻസ് കളിക്കും, ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും. അതെ, അതല്ല ഞങ്ങൾ എനിക്ക് ആസീസേട്ടനെയും ആഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ ഈ കോംബോ തിരിച്ചടിക്കുന്നുള്ളതുകൊണ്ടാണ്. അഖിൽ അല്ലെങ്കിൽ അഖിൽ നല്ല പെർഫോമാണ്. അഖിലിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഈ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് ഞാൻ പലയിടത്തും, ഇപ്പം നോബി, അഖിൽ കൗലൂർ, എനിക്ക് അങ്ങനെ കുറേ പേര്, നിർമ്മൽ പാലാഴി, എനിക്ക് ഇങ്ങനെ കുറച്ച് നല്ല ഇഷ്ടമാണ്.
ഇപ്പം അതിൽ നമ്മുടെ ദീപു നാവായിക്കുളം അഭിനയിച്ചിട്ടുണ്ട്. കണ്ടല്ലോ മറ്റേ ബാറിലെ ഗുണ്ടായിട്ട്. ദീപു ഭയങ്കര കിടിലൻ ആക്ടറാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഏറ്റവും പെർഫോമറായിട്ട് മാറാൻ പോകുന്ന ആക്ടർ ഔട്ട് ഓഫ് ദി ബോക്സ് വരാൻ പോകുന്നത് ദീപു നാവായിക്കുളമാണ്. കാര്യം ഞാൻ ആ ഒറ്റ സീനിൽ ഞാൻ കുഞ്ഞ് സീനാണെങ്കിലും ദീപു ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ആ സീൻ ഇപ്പോഴും. പക്ഷെ ആ സീനിൽ ദീപുവിൻ്റെ പെർഫോമൻസ് എന്നെ ഞെട്ടിച്ചോളാം. ദീപു ചേട്ടൻ്റെ റൈറ്റിങ്ങിൽ നമ്മൾ ബ്ലോഗ് വായിക്കുമ്പോൾ തൊട്ട് അറിയാം, വായിച്ച് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കഴിവല്ലേ. അപ്പോൾ പുള്ളി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ ചെയ്തു വെച്ചിട്ടുള്ളതിനെ നമ്മൾ വിഷ്വലി ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാരണം മുമ്പ് ചെയ്ത ആദ്യ സിനിമ ഒറ്റയ്ക്ക് റൈറ്റ് ചെയ്തത്, 2 കോ റൈറ്റേഴ്സ് ഉണ്ടായി. പക്ഷെ എന്നാലും നമുക്കാണല്ലോ കൂടുതൽ നമ്മൾ റൈറ്റ് ചെയ്തൊരു സാധനം എന്നുള്ളതാണല്ലോ. ഇവിടെ വരുമ്പം ദീപുവിൻ്റെ ഏറ്റവും ടഫസ്റ്റ് സ്ക്രിപ്റ്റ് ദീപുവിൻ്റെ തന്നെ എനിക്ക് ചെയ്യാൻ. കാര്യം ഞാൻ ദീപുവിൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പാളിയിട്ടുണ്ട്. ഉണ്ണിമൂലം എനിക്ക് ഭയങ്കര വർക്ക്, എനിക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായ സാധനം എന്നല്ല. പക്ഷെ നമുക്കത് നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിൽ വർക്കാണ്. പക്ഷെ ഇപ്പം നോക്കി കാണുമ്പോൾ ഒരു അമേച്ചർ സാധനം തന്നെയാണത്. അപ്പം അത് ദീപുവിൻ്റെ റൈറ്റിങ്ങിന് മേലുള്ളത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല എനിക്കത്. എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല കുഞ്ഞിരാമണ്ണയുടെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പത്മിനിയുടെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക പേരിലുള്ള സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചതുപോലെ അത് സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഡെഫിനറ്റ്ലി ഗുരുവായൂരും വന്നിട്ടുണ്ടാവില്ല. അത്രയും മേളിലാണ് ദീപു എഴുതി വെക്കുന്നത്. വിഷ്വൽ ലാംഗ്വേജ് കുറവായിരിക്കും, വെർബൽ ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ. അപ്പം നരേഷൻ കൂടുതലുണ്ടായിരിക്കും. കുഞ്ഞിരാമണ്ണ നിങ്ങൾ കണ്ടാലും നരേഷൻ ഉണ്ട്, നല്ലപോലെ നരേഷൻ ഉണ്ട്. പല കോമഡി നരേഷനാണ്. ഇപ്പം സദ്യയിൽ വരുന്ന അതെല്ലാം നരേഷനാണ്. പിന്നെ ഇത്രയും ക്യാരക്ടേഴ്സ് അത് ദീപുവിന് മാത്രം ഇപ്പോൾ ഉള്ള റൈറ്റേഴ്സിൽ ദീപുവിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പണ്ട് രഘുനാഥ് പലേരിയൊക്കെ എഴുതുന്നൊരു സ്റ്റൈലിൽ ശരിക്കും അത് തന്നെയാണ് ദീപുവിൻ്റെ റൈറ്റിംഗ്. അത്രയും സിമ്പിളാണ്, അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒരു പെരുവണ്ണാവർത്തെ വിശേഷങ്ങൾ, ഒരു പൊന്മുട്ടയുടെ താറാവൊക്കെ എഴുതാൻ ദീപുവിന് നിഷ്പ്രയാസം പറ്റും. പക്ഷെ അത് വിഷ്വലി കൊണ്ടുവരാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അതെ, പുള്ളിയുടെ ഇതിലൊക്കെ ഓരോ പേരുണ്ടാവും, വെൽഡൻ വാസു, മറ്റേ കട്ട് പീസ് കുട്ടൻ. ഇവിടെ ഇരട്ട പേര് പയറുപ്പേരിയാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്താണ് പയറുപ്പേരി എന്ന് പേര് വന്നത്? അത് ദീപുവിനെ അറിയായിരിക്കും. ദീപുവിൻ്റെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, കുഞ്ഞുഞ്ഞ് നിറഞ്ഞ് നിഷ്കളങ്കമായ കുറെ തമാശകൾ ദീപുവിൻ്റെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡൗട്ടുണ്ട് ഈ പയറുപ്പേര് വർക്കാവോ, അത്രയും വലിയ ഇരട്ടപ്പേരൊന്നുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ബേസിൽ അത്രയും നിഷ്കളങ്കനാണ്. ജസ്റ്റ് ഒരു പയറുപ്പേരിന്ന് വിളിച്ചാൽ മൂളി മാറുന്ന ഒരാൾ, കൊള്ളുന്ന ഒരാളാണ്. അപ്പൊ അത്രേ ഉള്ളൂ അയാൾ എന്നുള്ള സാധനം കിട്ടും. അത് ബേസിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട് നമുക്കത്. അപ്പൊ അത് ദീപുവിന്റെ കുറെ ടിപ്പിക്കൽ ദീപു സ്റ്റൈൽ സാധനങ്ങളാണ് അതൊക്കെ. വർക്കാവില്ല. അത് ദീപുവിന്റെ ഒരു റൈറ്റിംഗ് പാറ്റേണിലുള്ള കുറെ സാധനങ്ങൾ അങ്ങനെ ഉണ്ട്. ഇല്ല, എനിക്കറിയില്ല. ഇനി ദീപുവിന്റെ ഒരു കാണും ചിലപ്പോ. ദീപുവിനെല്ലാം ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ചോദിച്ചാൽ കിട്ടും. ദീപുവിന്റെ ഇരട്ട പേരാണോന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം എന്തായാലും. ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം സാധാരണ നമ്മൾ ഇന്റർവെല്ലിന് കാണാറുണ്ട്, അല്ലെങ്കിൽ ഫൈനലി ഒരു ട്വിസ്റ്റ് വരാറുണ്ട്. ഇത് ആദ്യം തന്നെ അതങ്ങ് ബ്രേക്ക് ചെയ്ത് വെക്കാം, ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിൽ തന്നെ അല്ലേ? എന്താണോ അത് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഫസ്റ്റ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ടെക്നിക്കായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിനിപ്പം. ഞാൻ ജയജല് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിന് ശേഷം ഒരു കിക്കിന് ശേഷം കുറച്ച് നേരം പ്രേക്ഷകർക്ക് അറിയാം, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് അറിയില്ല എന്നുള്ള സാധനം. അപ്പോൾ ആളുകൾ ഭയങ്കര, എനിക്ക് ആ രഹസ്യം അറിയാലോ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നുള്ള സാധനം ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ദൃശ്യം വർക്കായതിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടറാണ് പ്രേക്ഷകർക്ക് അറിയാൻ രഹസ്യം. അറിയാത്ത ആ സിനിമയിലെ കുറെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പ്രേക്ഷകർ കൂടെ ഞാനും കൂടെ നിൽപ്പുണ്ട് എന്നുള്ള സാധനം പ്രേക്ഷകർ അപ്പോൾ തന്നെ ഇന്നാവും. അത് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഒരു ഫിലിം മേക്കിംഗ് ഒരു ട്രീറ്റ്മെന്റ് ആണ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാനത് എനിക്ക് ഏറ്റവും ഹുക്കായ സാധനമാണ്. നമ്മൾ ആ സാധനം ഫസ്റ്റിലേക്ക് പൊട്ടിച്ചു കൊടുത്താൽ പ്രേക്ഷകർക്ക് അറിയാം, ബാക്കി എല്ലാവരും മണ്ടന്മാരായി. ഇപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും മണ്ടന്മാരായി, പ്രത്യേകിച്ച് ബേസിലും പ്രത്യേകം നല്ല മണ്ടന്മാരായി. അപ്പോൾ പ്രേക്ഷകർ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുള്ള ഉറപ്പായിരുന്നു. ആ സാധനം കൊണ്ട് ആ ഡൗട്ടേ ഇല്ല. നമ്മൾ ആ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആദ്യമേ പൊട്ടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇന്റർവെല്ലൊക്കെ പൊട്ടിക്കേണ്ട സാധനമാണത്. എനിക്കിത് പിന്നെ സിനിമ ആ സ്മൂത്ത്നെസ്സിലാണ് പോയത്. നമുക്ക് പിന്നെ സസ്പെൻസ് ഒന്നും പറയേണ്ട സിനിമയല്ലല്ലോ. അതിപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഇപ്പോൾ അന്താക്ഷരിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ വലിയ സസ്പെൻസ് ഒന്നും പിടിച്ചു പോയിട്ടില്ല. ഈ മറ്റേ ആ ഫ്ലാഷ് ബാക്ക് പോലും ഞാൻ അങ്ങനെ പകുതി ആദ്യമേ കാണിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ സസ്പെൻസിലല്ല കാര്യം. അത് ആളുകൾ കൂടെ സഞ്ചരിക്കുന്നാൽ കുറച്ചുകൂടി ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയും നമുക്കത് വേണമെങ്കിൽ ആ ട്വിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. നമ്മൾ സർപ്രൈസ് കിട്ടും, പക്ഷെ കോമഡി കിട്ടില്ല. സർപ്രൈസ് നമുക്ക് ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ തിയേറ്ററിൽ കാണുമ്പോൾ. ആ സർപ്രൈസിൽ ഒറ്റ ചിരി. പക്ഷെ എനിക്ക് ചിരി വേണ്ടത് ഈ സർപ്രൈസ് എത്തുന്നവരെ നിങ്ങൾക്ക് ചിരിക്കാറുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾ ഏറ്റവും തിയേറ്ററിൽ എൻജോയ് ചെയ്ത ആ 40 മിനിറ്റ് ആയിരിക്കും. ഇത് പൊളിയുന്നവരെ, ആ ടെസ്റ്റ് പൊളിയുന്നവരെയുള്ള 40 മിനിറ്റ്, 45 മിനിറ്റ് ഉണ്ട്, 44 മിനിറ്റ് ഒന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ആ 44 മിനിറ്റ് വരെ
എല്ലാവരും ആർത്ത് സില്ലസ് ചിരിച്ചത് ഇവർക്ക് ഇതെല്ലാം അറിയാന്നുള്ളതുകൊണ്ടാണ്. അതൊരു രസമുള്ള ഏരിയായിരുന്നു. നമുക്ക് ഇവരെ എന്താണ് എപ്പോഴാ ഇത് സംഭവിക്കുക നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതില് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റും പടം ഇറങ്ങിക്കഴിഞ്ഞ എല്ലാരും പറയുന്ന ഒരു കാര്യം, അയ്യോ എന്ത് ഭംഗിയിലല്ലേ ഇവര് സെറ്റ് ചെയ്തെന്ന് ഞാൻ കേട്ടു കുറെ പേര് പറയുന്നത്. സുനിൽ കുമാരൻ സുനിലേട്ടൻ വളരെ നന്നായിട്ട് ചെയ്യുന്നത്. ശരിക്കും 1:1 അത് സെയിം മെഷർമെന്റിൽ സെയിം സ്ട്രെങ്തനിങ്ങിൽ മെഷർമെന്റ് സ്ട്രെങ്തനിങ്ങിൽ ഇട്ടു എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ലൈറ്റ് കയറ്റണം, ഇത്ര ആൾക്കാർ താഴെ നിൽപ്പുണ്ട്, ഒളിഞ്ഞു വീഴരുത്, കാറ്റടി നല്ല ഹൈറ്റ് പോകുമ്പോൾ കാറ്റടിക്കും നന്നായിട്ട്. നമ്മൾ ഇട്ട സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലം FAC-ലായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിരിക്കണം സാധനം. അപ്പോൾ അതിനുവേണ്ടി ചിലവാക്കിയ കാശും അതിനുവേണ്ടി ചിലവാക്കിയ ടൈം നമുക്ക് ഒരുപാടുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 3-4 മാസം അവർ എടുത്തിട്ടാണ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തത്. പൊളിക്കാൻ 2 മാസം എടുത്തു. മെയിൻ ഹീറോ പ്രൊഡ്യൂസർ ആയപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ നിങ്ങൾ വില്ലന്റെ ഗ്യാങ്ങിൽ ഇട്ടിട്ട് നല്ലൊരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോൾ ഇതിനകത്ത് ക്രൂ മെമ്പേഴ്സ് എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ക്യാമറമാൻ ഒഴികെ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടാവും. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ടാവും. ദീപുണ്ട്, എൻ്റെ അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ്, ഈ പറയുന്ന എല്ലാവരും, എല്ലാ ടെക്നീഷ്യൻസും അഭിനയിച്ചു. ഹാരിസ് വലിയ ആക്ടറാണ്. പുള്ളി മഹാരാജസിലൊക്കെ നാടകം കളിച്ചേർന്ന ആളാണ്. അതുപോലെ റിനി, ഇപ്പത്തുന്ന കൺട്രോളർ റിനിയാണ് ഹാരിസിന്റെ കൂടെ. പുള്ളി നാടകത്തിലൊക്കെ അഭിനയിച്ച് വലിയ നല്ല ആക്ടറാണ്. അപ്പം അവര് വെറുതെ പിടിച്ച് നിർത്തിയില്ല, അവർ അഭിനയിക്കുന്ന ഉറപ്പിച്ചിട്ട് നിർത്തിയാണ്. പക്ഷെ കുഴപ്പമില്ല, ചെയ്യുകയും ചെയ്തത്. യോഗി ബാബുവിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ ഒരു ചെലവ് മാത്രമല്ലല്ലോ, പുള്ളിയുടെ കാര്യം, പുള്ളിയുടെ ഡേറ്റ്സ്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ്സ്, ബേസിലിന്റെ ഡേറ്റ്സ്, ഇതിന്റെ ഒക്കെ ഇടയിൽ ഇത് മാനേജ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നടന്നു. ഈ ആലോചിക്കുമ്പോൾ തല ഇറങ്ങും. പക്ഷെ അന്ന് നമ്മൾ നടത്തിയെടുത്തു എന്നുള്ള. പുള്ളിക്കിരുന്ന് 2 ദിവസം 1 ദിവസം ഒക്കെ പുള്ളി അടുപ്പിച്ച് ചെയ്തു. ആ 2 ദിവസം പോയിട്ട് പുള്ളി വരും. അപ്പം പുള്ളി വരുമ്പോൾ പുള്ളിയുടെ ഷോർട്സ് മാത്രമേ എടുക്കുള്ളൂ, ബാക്കി ഷോർട്സ് ഒക്കെ പെൻഡിങ് വയ്ക്കും. ഈ നിങ്ങൾ കാണുന്ന ക്ലൈമാക്സ് 1/2 മണിക്കൂറുണ്ട്, 34 മിനിറ്റ് ഒന്നും ഉണ്ട് ക്ലൈമാക്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലാണെങ്കിൽ അമ്പലം മാത്രം 27 മിനിറ്റ് ഉണ്ട്. ആ 27 മിനിറ്റിൽ ഒരു സീൻ പോലും നമ്മൾ കണ്ടിന്യൂറ്റി എടുത്തല്ല, ഒരു ഷോട്ട് പോലും. ചിലപ്പോൾ ഒരു ഷോട്ട് ഇന്ന് എടുത്തെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കൗണ്ടർ ഷോട്ട് എടുക്കുന്ന ഒരു 10 ദിവസത്തിന് ശേഷമായിരിക്കാം. അപ്പോൾ ഒന്നിനും കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും ആർട്ടിസ്റ്റേക്കും ജൂനിയേഴ്സിനെയൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടു നിർത്തി കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത്, അതിൻ്റെ ഡയറക്ഷൻ ടീമൊക്കെ നല്ല അതിൽ ഇനി അവർ എന്ത് സിനിമയാണോ ചെയ്യും, കാര്യം അവരെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ ആ പ്രോസസ്സ് ഭയങ്കര പാട് തന്നെയായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ അത് യൂസ്ഡ് ആയി, ഇതിങ്ങനെ നടക്കുള്ളൂ എന്നുള്ളതായി. അപ്പൊ പിന്നെ അങ്ങ് അതിന്റെ വിടുക എന്നുള്ളതാണ്. പക്ഷെ അത് ഈ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് 22 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റൊക്കെ ഹോൾഡ് ചെയ്ത് ആണെങ്കിൽ 2 ദിവസം ഷൂട്ട് ചെയ്യാം, പാച്ച് ഉണ്ടോ, ഇത് മൊത്തം എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നും സ്പോട്ടിൽ കാണാൻ പറ്റില്ല ആ സമയത്ത്. കാര്യം കണ്ടിന്യൂറ്റി ഇല്ലല്ലോ ഷൂട്ട്. അപ്പൊ ഇന്നത്തെ സീൻ തീരണമെങ്കിൽ 10 ദിവസം കഴിയണം. നമ്മൾ ആ കൃഷ്ണ സോങ്ങിന് ഓൾമോസ്റ്റ് 18 ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഒരു ഷോട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഷോട്ട് എടുക്കും പോകും. അപ്പം ആ പാട്ട് തന്നെ 18ാമത്തെ ദിവസമാണ്. അപ്പം 22 ദിവസം ഷൂട്ടില്. അപ്പം ആ പാട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഒന്നും കംപ്ലീറ്റ് അല്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം എടുത്തിട്ട് ഫുൾ എഡിറ്റ് നോക്കി ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് വർക്കായോ, എന്തെങ്കിലും പാച്ച് ഉണ്ടോ, എല്ലാവരും ഹോൾഡ് ചെയ്യണം നോക്കിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം പക്ഷെ ഭാഗ്യത്തിന് ഒന്നും മിസ്സായിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് വന്നു. പക്ഷെ എന്നാലും അത് ചെയ്യാൻ ഓർഡറിൽ ചെയ്യാൻ പറ്റാത്തതും ഷോർട്ട് പോലും ഓർഡർ ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ആ സമയത്ത്. അത് ഈ പറഞ്ഞ കണ്ടിന്യൂറ്റി പ്രശ്നം കൊണ്ടും പിന്നെ അല്ല ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി, പിന്നെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് റെഡിയായി വരാനുള്ള സമയം എടുക്കും. പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളില്ലേ, ഇപ്പൊ നമ്മൾ ആദ്യം വരുമ്പോൾ ബേസിൽ വരികയാണെങ്കിൽ ബേസിലെ ഷോർട്ട്സ് എടുത്തോണ്ടിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പെൻഡിങ് ആവും. അപ്പോൾ രാജു വരും, അപ്പോൾ രാജുവിന് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി എല്ലാവരും ബേസിൽ ഉൾപ്പെടെ എല്ലാവരും പോസ്റ്റ് ആവും. പിന്നെ അതിന് യോഗി ബാബു വരുമ്പോൾ രാജു ഉൾപ്പെടെ പോസ്റ്റ് ആവും. യോഗി ബാബുവിന് ഷോർട്സിൽ മാത്രമാണ് എടുക്കുന്നത്, ഷോർട്സിൽ മാത്രമാണ്, സീനല്ല ഷോർട്സിൽ മാത്രം എടുത്തിട്ട് പോകും. അവന് തിരിച്ച് കൗണ്ടർ ഇപ്പുറത്ത് രാജുവാണെങ്കിൽ രാജുവിന് പിന്നെ എപ്പോഴെങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും ആ കണ്ടിന്യൂറ്റി ഒന്നും സാധനം ഇല്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളത് പ്ലേസ് ചെയ്ത് എടുത്തു. AD ടീമും ക്യാമറ ടീമൊക്കെ അതിനുവേണ്ടി ടീമൊക്കെ കട്ടൊക്കെ നിന്നിട്ട് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെ സമയം വെച്ചിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പിടിക്കാന്നുള്ള പ്ലാനിലോട്ട് എത്തി. അനശ്വര വെറുതെ അല്ല പറഞ്ഞത്, ആ ബ്രൈഡിന്റെ വേഷത്തിൽ നിന്നും മതിയായി എന്നുള്ളത്. ഉറപ്പായിട്ട് ഈ നമ്മൾ രാവിലെ വന്ന് റെഡി ആയി നിൽക്കണമല്ലോ എല്ലാവരും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രസ്സൊക്കെ ഹെവി ആവുകയാണെങ്കിൽ എന്തായാലും മേക്കപ്പ് ഒക്കെ വരികയാണെങ്കിൽ എല്ലാവരും പെടും. നല്ല ചൂടുണ്ടായിരുന്നു, ഇത്രയും ക്രൗഡ്. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ഈ K4 കൃഷ്ണ, K4 കല്യാണം, അപ്പൊ വിനായക് പറഞ്ഞു ഒരു പാട്ടും കൂടെ K4-ലായിരിക്കും. എല്ലാ പാട്ടും K4-ലാണ്. K4 കുരുക്കഴിക്കുന്ന പാട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു K4?
അല്ല ആദ്യം കേഫർ കല്യാണം വന്നു. നമ്മള് അപ്പൊ കൃഷ്ണ പാട്ട് ഓൾറെഡി വന്നു വരണം, മലയാളി ഫ്രം ഇന്ത്യയിൽ കൃഷ്ണ പാട്ട് വന്നപ്പോൾ അപ്പൊ പിന്നെ കൃഷ്ണ എന്ന് മാറ്റിട്ട് വേറെ ഇറക്കാൻ വെച്ചാൽ വേറെ ഒന്നും ഓപ്ഷൻ ഇല്ലല്ലോ, കൃഷ്ണ പാട്ട് കൃഷ്ണ തന്നെ ഇറക്കണമല്ലോ. അപ്പൊ പിന്നെ K4 കൃഷ്ണ എന്ന് ഇറക്കാൻ, K4 കല്യാണം ഉണ്ടല്ലോ. പിന്നെ മറ്റു രണ്ടും K4 കബറടക്കവും K4 കുരുക്കരിക്കും അതുപോലെ തന്നെ വന്നു. കെ കിട്ടിയതിനകത്ത്. അപ്പൊ പിന്നെ അതൊക്കെ വെച്ചിട്ട് ആദ്യ പടത്തിൽ അജു വർഗീസിന്റെ താങ്ക്സ് ഉണ്ട്, ഒരു കാർഡ് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ മറ്റേ ഇതുവരെ കാണാത്ത അജുന്റെ ലുക്കും കൊടുത്തിട്ട് പാട്ടും പാടി പുള്ളിയെ കൊണ്ടുവന്നു. അജുവിന്റെ താങ്ക്സ് കാർഡ് വയ്ക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ഫ്രണ്ടിലാണ്. താങ്ക്സ് ഉണ്ണിമൂലം തുടങ്ങുന്ന സമയം മുതൽ എന്നെ ഫ്രൈഡേ ഫിലിംസിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നത് ആ താങ്ക്സ് കാർഡ് വയ്ക്കുന്ന സിനിമയ്ക്കകത്തല്ല, എൻ്റെ ലൈഫിന്റെ ഫ്രണ്ടിലാണ് ഞാൻ താങ്ക്സ് കാർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ്, അതുകൊണ്ടാണ് താങ്ക്സ് കാർഡ്, ഒരു ഗസ്റ്റ് റോൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് താങ്ക്സ് കാർഡ് വെച്ചത്. എല്ലാ കാലത്തും കാണാറുണ്ട്. അല്ല അജു എൻ്റെ സിനിമയിൽ ഒരു ഭാഗം ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അജുവിന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല, കാര്യം ചെറിയ റോളൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അജു എനിക്ക് വലിയ റോൾ വേണം. ഞാൻ പറയും അല്ല നിങ്ങൾക്ക് ഇതാണ് ഞാൻ ആപ്റ്റായിട്ടുള്ള കൊടുക്കാമെന്നുള്ള നോക്കിയാലും കിട്ടില്ല. അപ്പം ഞാൻ പറയും പക്ഷേ നിങ്ങൾ എൻ്റെ പടത്തിൽ സാന്നിധ്യം വേണം എന്നുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ മാക്സിമം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജയഹേ നമ്മൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, പറയുമ്പോ അത് കുറച്ച് ആ മാഷമുള്ളെങ്കിലും പുള്ളിയെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ചേട്ടന്റെ സെറ്റിന്റെ പ്രത്യേകത, നിങ്ങളുടെ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് സ്റ്റോറി എടുത്ത് നോക്കിയാൽ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. രാത്രിയായ ക്രിക്കറ്റ് കളിയും, ഇത് ക്രിക്കറ്റ് ആണോ ഷൂട്ടാണോ നടക്കുന്നത്. നിതീഷ് ചേട്ടന്റെ പടത്തെ ഫാലിമീന്റെ കാര്യത്തിലായാലും ഇത് സംഭവിക്കും. നിങ്ങളുടെ ടീം മൊത്തം വാഴയ്ക്കും ഇതുണ്ട്. ഈ ക്രിക്കറ്റും ഫണ്ണും ഇത് അതേപോലെ നിഖിലൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അപമാനിച്ച് ഈ മെത്തേഡ് എന്താ വിനീതേട്ടനും ബേസിലായിട്ടും ഡാൻസ് കളിപ്പിച്ച് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മെത്തേഡല്ല, ഇത് എന്റെ സ്വഭാവമാണ്, ബേസിക്കലി നമ്മുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ഇവർ ജെല്ലാവാണ്. ഇപ്പൊ ഞാൻ കളിയാക്കുമ്പോൾ ഇവർ തിരിച്ച് കളിക്കാതെ അവർ മാറുന്ന പിന്നെ അത് വർക്കാവില്ലല്ലോ, പിന്നെ അവരുടെ ആ ജെല്ലും ഉണ്ടാവില്ല. പക്ഷെ ഇവര് ബേസിൽ ഞാൻ കളിയാക്കും, ബേസിൽ 10 ഇരട്ടിയായിട്ട് എന്നെ കളിയാക്കും. അപ്പൊ ഞാൻ വഴക്കുണ്ടെങ്കിൽ എൻ്റെ ഇരട്ടിയായിട്ട് അവൻ വഴക്കുണ്ടാക്കും. ഞാൻ കളിക്കാൻ പോയാൽ അവൻ എന്നെ 6 അടിച്ചാൽ അവൻ തിരിച്ച് എന്നെ 6 അടിക്കും എന്നുള്ള ആ ഒരു സാധനം ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം അതാണല്ലോ എൻ്റെ എന്താ പറയുക നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മളെ ആളുകളെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ കളിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഹർട്ടും കൂടി ചെയ്യും, അത്രയും പേഴ്സണൽ ആവും. പിന്നെ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് നിനക്ക് സൂപ്പർ ആയിട്ടില്ലല്ലോ, ഞാൻ വരേണ്ടി വന്നില്ല ഇതൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ലെവലിലോട്ടേ പോകും. അഭിനയം കൊള്ളില്ല, അവൻ പറയും നിങ്ങളുടെ ഡയറക്ഷൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ് എൻ്റെ അഭിനയം മോശം, അവൻ തിരിച്ചു പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് എക്സ്ട്രീമിലും പോകുന്ന എല്ലാവർക്കും അറിയാം. അനശ്വര പറഞ്ഞിരുന്നു കുറച്ചുകൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഷോർട്ട് കഴിഞ്ഞ് നമ്മളെല്ലാവരും പറയുള്ളൂ. നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറയാമല്ലോ, അല്ലാതെ ആ സീരിയസ് ആയിട്ട് പറയുന്നതല്ല. പക്ഷെ ഇത്രയും ആളുകളെ ഇപ്പൊ ഇവരൊക്കെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവരെയൊക്കെ ഈ ഒരു സ്വഭാവത്തിലേക്ക് ജെല്ലിക്കുന്നത് എങ്ങനെയാ? കാരണം ആർട്ടിസ്റ്റുകളാണല്ലോ ബേസിക്കലി. ഇത് എല്ലാവർക്കും ആ സ്വഭാവം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ രാജുവിനും ആ സ്വഭാവമുള്ള ഒരാളാണ്. രാജു ഈ പറഞ്ഞ എല്ലാത്തിലും ഏറ്റവും സിംഗായ രാജുവിന് ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ അറിയാലോ. ഇപ്പം കാണുമ്പോ രാജു ആദ്യം വന്നപ്പോ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, രാജു ഇങ്ങനെയുള്ള ആളാണോന്ന്. രാജു ഇങ്ങനെയുള്ളതെന്ന് എനിക്ക് കുറച്ച് കാലം മുമ്പ് അറിയാം. ഞാൻ പ്രീയിലൊക്കെ മീറ്റ് ചെയ്യുമ്പോഴോ ഈ സിനിമയുടെ മീറ്റിങ്ങോട്ട് പലയിടത്തും പോകുമ്പോഴും മണാലി വെച്ച് കണ്ട് ഞാൻ ഹൈദരാബാദ് വെച്ച് നമ്മൾ രാത്രിയൊക്കെ എത്തി ഒരുമിച്ച് ചെയ്യുമ്പോൾ രാജു ഭയങ്കര കൂളാണ് എനിക്ക്. അപ്പം ഞാൻ പറയാറുണ്ട് രാജു നല്ല കൂളാണെന്ന്. അപ്പം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിലോട്ട് വരുമ്പോൾ എല്ലാവരും അതിലോട്ട് സിങ്ക് ആവും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ചേട്ടൻ്റെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 സിനിമകളും ജയഹേ എന്നുള്ളതൊരു വലിയ ഹിറ്റ് ആവും. പിന്നീടുള്ള ഇപ്പോൾ ഉള്ള ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ചില സിനിമകളിലെ അല്ലെങ്കിൽ 1-2 സിനിമ എടുത്ത ഡയറക്ടേഴ്സ് എനിക്ക് അടുത്ത സിനിമ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വേറെ പണിക്ക് പോകേണ്ട വരുമോ എന്ന് അറിയില്ല എന്ന് പേഴ്സണലി പറഞ്ഞ് ഞാൻ കേട്ട് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് പറയുന്നത്. എനിക്ക് ചേട്ടൻ്റെ വേർഡ്സിൽ തന്നെ അവർ കേൾക്കാൻ അങ്ങനെയും കൂടെ ഒരു പേഴ്സണലി കൂടെ താല്പര്യമുണ്ട്. അതായത് അങ്ങനെയൊന്നും അല്ല, ചിലപ്പോൾ നമ്മുടെ ലൈഫ് മാറാം. ഒരു എന്തായിരുന്നു ആ ഒരു പോയിന്റ്? നമുക്ക് ഹോപ്പാണോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ആണോ? ബേസിക്കലി സിനിമ ആളുകൾ ശ്രദ്ധ മാറാതിരിക്കാനുള്ള എല്ലാ പണി ഞാൻ എടുത്തു എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് ഞാൻ ആ സിനിമ ഇറക്കിയിരിക്കുന്നത്. അതിപ്പോൾ ഈ ഇറങ്ങിയ 3 പടവും ഞാൻ ആ ഗ്യാരണ്ടി പറയും, ഈ സിനിമയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും കണ്ടെടുക്കരുതെന്നുള്ള ഉറപ്പായിട്ട് ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഒരു 10,000 പ്രാവശ്യം ഗുരുവായൂരമ്പലയുടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ബോറടിച്ചുണ്ടെങ്കിൽ എന്തുമാത്രം സീൻ ധരിക്കുന്നത്. ഇപ്പം ചില സീനുകൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീൻ ഉണ്ടാവും, പക്ഷെ ഞാൻ വിടില്ല. ഞാൻ പറയും ഇത് ബോറടിക്കും, ഇവിടെ ആളുകൾ ശ്രദ്ധ പോകും എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഇപ്പോൾ വൈഫിനോട് കോസ്റ്റ്യൂം എല്ലാവരും നന്നായെന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂമിൽ ശ്രദ്ധ പോകുന്നുണ്ട് പടം, ആളുകൾ കോസ്റ്റ്യൂം കഥയിൽ നിന്ന് വിട്ടു അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ ശ്രദ്ധ കണ്ണ് തിയേറ്ററിൽ നിന്ന് എടുക്കരുത്, ഫോണിലോട്ട് പോരുമെന്ന് വിചാരിച്ച് മാത്രം സിനിമയിൽ നിന്ന് ഒരാൾ. അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓപ്പൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. സിനിമ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്
പക്കാക്കി കൊടുത്താൽ പിന്നെ ആരും ചോദ്യം ചോദിക്കില്ല, ആരും വർക്കാവില്ലെന്നോ അല്ലെങ്കിൽ ചോദിക്കില്ലെന്നോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സംശയവും പറയില്ല എന്ന് തോന്നുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ഇപ്പം ഈ പറയുന്ന പുതിയ ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് വന്ന് കഥ പറയുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലർ അവർ ന്യായീകരിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതുണ്ട്. ഞാൻ പറയില്ല, എന്നെയും നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അപ്പോൾ ചിലർ ഞങ്ങളൊരിക്കൽ കഥ പറയുമ്പോൾ ഇപ്പോൾ ഒരു ജയജയുടെ കഥ പറയാൻ പോയപ്പോൾ ആദ്യത്തെ ഡ്രാഫ്റ്റിലാണ് ഞാനും നാഷിദും പോയപ്പോൾ ഒരു പ്രൊഡ്യൂസർ പറയാൻ പുള്ളി ഉറങ്ങിപ്പോയി. അപ്പം നാഷിദ് ഇങ്ങനെ പറയുന്നത് പുള്ളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിരുന്നുകൊണ്ടാണ് പുള്ളിക്ക് ഉറക്കം വന്നത്, അല്ല നമ്മളെ കഥ മോശം. ഞാൻ പറയല്ല, ബിരിയാണി കഴിച്ചിട്ട് AC-ലിരുന്നായിരിക്കും സിനിമ കാണുന്നത്, അപ്പോൾ അവന് ഉറങ്ങാൻ പാടില്ല. അപ്പോൾ അയാളെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അയാൾക്കും വേണ്ടി നമ്മൾ ചെയ്യും, അയാളെയും കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഇപ്പോൾ ചിലർ പറയും എനിക്ക് വർക്കായില്ല എന്ന് പറയുമ്പോൾ കൂടെ ഉള്ള അയാൾക്ക് ആ ബുദ്ധി ഇല്ലാത്തതുണ്ട്, അയാൾക്കത് കിട്ടാത്തതുണ്ട്, വിഷ്വലൈസ് ചെയ്യാനുള്ള പവറില്ല. ഞാൻ പറയും ഇതുപോലുള്ള മണ്ടന്മാരും വരും, ഇവരെയും നമുക്ക് ഇഷ്ടപ്പെടുത്തും എന്ന് പറയും. അപ്പം ഇത് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിലാണ് എനിക്ക് ഇതെല്ലാം വർക്കായി തോന്നുന്നത്. അപ്പം ഇതിങ്ങനെ വർക്ക് ചെയ്താലേ സിനിമ വർക്കാവണമെന്ന് എനിക്കിപ്പം മനസ്സിലായി. അത് എല്ലാവരോടും എനിക്കത് പറയുള്ളൂ, ഒറ്റ കാര്യമുള്ളൂ, വർക്ക് ചെയ്യിപ്പിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു വാശി ഉണ്ടായാൽ എല്ലാം നടക്കും. ഇതിൽ ഏറ്റവും എഫേർട്ട് എടുത്തപ്പോൾ ഗുരുവായൂരാണോ കരിയറിൽ? ഉറപ്പാണ് ഗുരുവായൂർ പറ്റി എടുത്തിട്ടില്ല. ഒരുപാട് ന്യൂസേ ഓരോ മാസത്തിലും ഓരോ ചാനലുകളിലും വരും, വിപിൻ ദാസിന്റെ അടുത്ത പടം ഇയാളുടെ കൂടെ മറ്റേയാളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഫഫ പ്രൊജക്ട് മാത്രമാണ്? അതെ, അത് മാത്രമേ ഉള്ളൂ. കാര്യം ഞാനതിപ്പം അനൗൺസ്മെന്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഓൺ പൈപ്പ് ലൈനിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തെഴുത്ത് പരിപാടികളൊക്കെ നടക്കുന്നത് ഇപ്പോൾ അതിലാണ്. അപ്പം അത് മുന്നോട്ട് പോയാലും ഇനി അടുത്ത സ്റ്റെപ്പ് ഡേറ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതെന്താണ് ഇനി ഓരോ സ്റ്റെപ്പിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുവായൂർ ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഓടട്ടെ. അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.